ഹായ്, വെൽക്കം ടു മൈ ചാനൽ അങ്കാസ് ലൈഫ്. നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും മീൻ പൊള്ളിച്ചത് ഇഷ്ടമായിരിക്കും അല്ലേ? എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മീൻ പൊള്ളിച്ചതിൻ്റെ വലിയ പീസ് വേണമെന്നും പറഞ്ഞ് ഞാൻ ഒരുപാട് വാശി പിടിച്ചിട്ടുണ്ട്. ഈ മീൻ പൊള്ളിച്ചതും കപ്പയും ബെസ്റ്റ് ജോഡികളാണ്. ഈ മീനിനകത്ത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് അതിനെ ഒന്ന് വറുത്തെടുത്തിട്ട് ഇതുപോലെ നാരങ്ങാനീരും പിഴിഞ്ഞൊഴിച്ച് പിന്നെ കുറച്ച് സവാളയും തക്കാളിയും ഒക്കെ ആയിട്ട് കൂട്ടി കഴിക്കുന്നതും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഭാഗം മുഴുവൻ ഞാൻ കഴിച്ച് തീർത്തിട്ടുണ്ട്, അടുത്ത ഭാഗം തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് ചൂടോടും ഇത്തിരി എരിവോടും മെല്ലെ മെല്ലെ കഴിച്ച് തീർക്കണം. ഇതിൻ്റെ എരിവൊന്ന് നാവിൽ പിടിക്കുമ്പോൾ ഇച്ചിരി ഉപ്പിട്ട ചൂട് കഞ്ഞിവെള്ളവും കുടിച്ച് ഇച്ചിരി നാരങ്ങയച്ചാറും തൊട്ട് നാക്കിൽ വെക്കും. ശുഭം. അങ്ങനെ മെല്ലെ മെല്ലെ കഴിച്ച് ഇത് ഞാൻ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മീൻ വറുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ആദ്യം നമുക്ക് ഇതുപോലൊരു അയല ക്ലീൻ ചെയ്ത് വരഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മേളിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് നല്ല വൃത്തിയായിട്ട് ഇളക്കി മാറ്റി വയ്ക്കണം. നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കണം. ഇതിൻ്റെ വരഞ്ഞ ഭാഗങ്ങളിലെല്ലാം അകത്തോട്ടൊക്കെ ഇത് കയറണം. കണ്ടില്ലേ, ഇതുപോലെ. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കാം. ഫ്രീസറിൽ വെക്കേണ്ട, താഴെ എവിടെയെങ്കിലും വെച്ചാൽ മതി. ഇനി 1/4 ടീസ്പൂൺ കടുക്, ഉലുവ, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇവിടെ മാറ്റി വെക്കണം. ഇതൊന്ന് വറുത്തെടുക്കാനുള്ളതാ, എണ്ണയിലല്ല കേട്ടോ. ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചത് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടാൻ തുടങ്ങും, അതാണ് പരുവം. ഇതിപ്പോൾ പൊട്ടി തുടങ്ങി. ഇനി ഇത് മാറ്റാം. അതുപോലെ തന്നെ ഉലുവയും ഇങ്ങനെ പൊട്ടി വരും. പക്ഷെ ഇപ്പം കരിയാൻ സാധ്യതയുള്ളൊരു സാധനമാണ് ഉലുവ, അതുകൊണ്ട് സൂക്ഷിക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് കറിവേപ്പില മൂക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ഞെരടി നോക്കുമ്പോൾ അത് പൊടിഞ്ഞു വരണം, അതാണ് പരുവം. ഇനി ഒരു 4 അല്ലി വെളുത്തുള്ളി, ചുവന്നുള്ളി, ഒരു പീസ് ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഞാൻ ഇതിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്, കണ്ടോ? ഇതുപോലെ വേണം ചെയ്യാൻ. ഇനി ഇതിലേക്ക് കടുക്, ഉലുവ, കറിവേപ്പില എല്ലാം നമ്മൾ വറുത്ത് വെച്ചില്ലേ, അതൊന്ന് പൊടിച്ചതാണിത്, ഇത് ചേർക്കണം. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. ഇത് ചേർക്കുമ്പോൾ സൂക്ഷിക്കണം, നേരത്തെ നമ്മൾ മെയിൻ ഇത് ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എരിവനുസരിച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് ഇതിനെ ഒന്ന് ചതച്ച് മാറ്റി വെക്കണം. ഞാനിവിടെ ഇതിനെ ഒന്ന് ചതയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മസാല ഇതുപോലെ ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ തന്നെ വേണമെന്നില്ല, പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചാലും മതി. പിന്നെ നമ്മുടെ അയല എടുത്ത് അതിനകത്ത് ഈ ഒരു മസാല നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിക്കുമ്പം ആ വരഞ്ഞ ഭാഗങ്ങളില്ലേ, അതിനകത്തേക്ക് മസാല കയറണം. ഇതുപോലെ. ഇപ്പം നമ്മുടെ മീൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. ഇനി ഒരു ചട്ടിയെടുത്ത് അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ മസാല തേച്ച ആ ഒരു മീനില്ലേ, അതിനെ നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ചട്ടി ഒന്ന് തിരിച്ചും മാറ്റിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓയിൽ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയാണ്. പിന്നെ ഈ മീൻ പൊള്ളിക്കുമ്പം അതിൻ്റെ കണ്ണിരിക്കുന്ന ഭാഗമില്ലേ, അവിടെ ഇങ്ങനെ എണ്ണ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പം സൂക്ഷിച്ച് വേണം അടുപ്പിനടുത്ത് നിൽക്കാൻ. അപ്പം ഞാൻ ഈ ഫ്ലെയിം ഓഫാക്കി വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ തണുത്തതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിടുന്നതായിരിക്കും ബെറ്റർ. അതിൻ്റെ അടിയിലൊന്നും പിടിക്കത്തില്ല. പിന്നെ മസാല മുരിഞ്ഞത് എണ്ണയ്ക്കകത്ത് ഇങ്ങനെ ഇളക്കി കിടക്കത്തതുമില്ല. അപ്പം ഞാനിത് തിരിച്ചിടുന്നുണ്ട് തണുത്തതിന് ശേഷം. കണ്ടില്ലേ? ഇനി നമുക്കൊരു സവാള അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ തക്കാളിയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ അയല സെർവ് ചെയ്യാനുള്ള സമയമായി. കണ്ടില്ലേ? ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് വിളമ്പാം.
ഇനി നമുക്ക് ഇതിനകത്ത് സവാളയും തക്കാളിയും നാരങ്ങയൊക്കെ വെച്ചിട്ടൊന്ന് അലങ്കരിക്കാം. ഇതിപ്പോൾ ചത്ത് കിടക്കുന്ന മീൻ റീത്തും പുഷ്പാഞ്ജലിയൊക്കെ കൊടുത്തതുപോലെ ഉണ്ട്. ഇനി നമുക്ക് ഈ നാരങ്ങ നീരൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടെ മാറ്റി വെച്ചേക്കാം, ഒന്ന് പിടിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഡിഷ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണും വരെ ബൈ.